ചെല്ല്. മാഷേ, ഗൂഗിൾ, നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നു. അതൊക്കെ എനിക്കറിയാം മാഷേ. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, ഇപ്പോഴെങ്കിലും മാഷിനെ ഒന്ന് കാണാൻ പറ്റില്ല. നീ എന്താ ഗൂഗിൾ, പുറത്തിറങ്ങാൻ അവസരം ഉണ്ടായിട്ടും ഇതിനകത്ത് തന്നെ ഇങ്ങനെ കഴിയുന്നത്? ഇനി നിന്റെ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കില്ല. കോടതി അനുവദിച്ച നിനക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി കൂടെ ഗൂഗിൾ? ഞാൻ പുറത്തിറങ്ങിയ മഞ്ചാടി വെറുതെ ഇരിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? എനിക്കവളെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ മാഷിന് മകളെന്നൊരു ഭീഷണിയായിരിക്കും. ഞാനും നീയും അവളുടെ നന്മ മാത്രമല്ലേ ഗൂഗിൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും അവൾ ആവശ്യപ്പെടുമ്പോൾ ജീവൻ രാജിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അവളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്. ഒടുവിൽ അവിടുന്ന് കിട്ടിയ വിവരം ജീവൻ രാജ് മുംബൈയിൽ ഏതോ മയക്കുമരുന്ന് സംഘത്തിന്റെ കൂടെയാണെന്നാ. മഞ്ചാടി അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ സത്യം അതാണെങ്കിൽ എന്റെ മകൾ അത് ഉൾക്കൊണ്ടല്ലേ പറ്റൂ. അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത്, ഗോകുലിന് ഇനി ജാമ്യം കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോഴേക്കും ജീവൻ രാജിനെ പോലീസ് കണ്ടെത്തി അവനെ തിരിച്ചെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവനെ നാട് കടത്തിയത് ഞാനാണെങ്കിലും അക്കാര്യം മാഷിനറിയായിരുന്നുവെന്ന് അവൻ മഞ്ചാടിയോട് പറഞ്ഞാലോ? പറയട്ടെ. അവൻ ഒരു തെറ്റും ചെയ്യാതെ തിരിച്ചു വന്നാലല്ലേ മഞ്ചാടിയെ കാണാനും അവളോട് സംസാരിക്കാനൊക്കെ അവന് പറ്റൂ. അങ്ങനെ എങ്ങാനും അവൻ വരികയാണെങ്കിൽ ഉറപ്പാ എന്റെ മോളെ ഞാൻ അവന് കൊടുക്കും. സന്തോഷത്തോടെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതായിരിക്കും ഗൂഗിൾ ഞാൻ അവരോട് ചെയ്യുന്ന പ്രായശ്ചിത്തം. അവൻ ഏതെങ്കിലും കേസിലെ പ്രതിയായിട്ടാണ് വരുന്നതെങ്കിൽ? അവനൊരു ചതിയനായിരുന്നു എന്ന് ഇനിയെങ്കിലും മഞ്ചാടി തിരിച്ചറിയണം. അവൾക്ക് സംഭവിച്ച തെറ്റിന്റെ ശിക്ഷയായിരുന്നു അവളെ ഇതുവരെ വേട്ടയാടിയിരുന്നതെന്ന് അവൾ മനസ്സിലാക്കണം. അതിന് മഞ്ചാടിക്ക് സാധിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? സാധിക്കണം ഗൂഗിൾ, സാധിച്ചേ പറ്റൂ. അവൾക്ക് കരുത്തായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ മോൾക്ക് അതിന് സാധിക്കുമെന്ന് തന്നെയാ എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. ഇല്ലെങ്കിൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അയ്യോ, മാഷ് വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. മാഷ് ധൈര്യമായിട്ടിരിക്കും. ശരിയാവണം. ഗൂഗിളിന്റെ അമ്മയും അച്ഛനും അനീതിയും ഒക്കെ എന്നേക്കാൾ വിഷമത്തിലാണ് കഴിയുന്നത്. അവരെയൊക്കെ ഓർത്തെങ്കിലും നീ തിരിച്ചു വരണം മോനെ. വരാം മാഷേ, ഞാൻ വരാം. അച്ഛനോട് വക്കീലുമായിട്ട് സംസാരിക്കാൻ മാഷൊന്ന് പറയണം. ശരി, ഞാൻ പറയാം. ഗൂഗിൾ, ഇനി നീ തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. ഞാൻ പോട്ടെ. ശരി മാഷേ, കാണാം. വാ, ഇങ്ങോട്ട് വാ. സെല്ലോട്ട് പോക്കൂ.